ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് അൽഫാം ആയാലോ. നമ്മളെപ്പോഴും അൽഫാം പുറത്തുനിന്ന് വാങ്ങി കഴിക്കല്ലേ, പക്ഷെ നല്ല ടേസ്റ്റോടെ നമുക്ക് വീട്ടിൽ തന്നെ അൽഫാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ വലിയ അൽഫാം പീസുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാനിത് ഫ്രഷ് ഹോമിൽ നിന്നാണ് ചിക്കൻ വാങ്ങിക്കുന്നത്. അതാകുമ്പോൾ നല്ല സോഫ്റ്റ് ചിക്കൻ അവിടെ നിന്ന് കിട്ടും. ഏത് ചിക്കനായാലും കുറച്ച് നല്ല ടെൻഡർ മീറ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് ഫുള്ള് വരഞ്ഞു കൊടുക്കണം. ഞാനിതിപ്പോൾ കണ്ട ഇത് സൈഡിലൊക്കെ ഒന്ന് വരയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് നല്ലോണം മസാല പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ സൈഡും നല്ല വൃത്തിയായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് 4 പീസും നല്ല വൃത്തിയായിട്ട് വരഞ്ഞിട്ട് പിന്നെ നമുക്കിതിലേക്കൊരു മസാല പുരട്ടി വെക്കണം. ഞാനിതിപ്പോൾ ഒരു 6:30 ആയപ്പോഴാണ് ഞാനിത് മസാല തേച്ച് വെക്കുന്നത്. ഞാൻ പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള, ഒരു തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 6-7 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിന ഇല, ഇത്രയാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇത്രയും കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു പേസ്റ്റ് പോലെ ഒന്നാക്കി ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിത് എത്രയും സമയം കൂടുതൽ ചിക്കനിൽ ഈ മസാല പുരട്ടിയിരിക്കുന്നു അത്രയും ടേസ്റ്റ് ഇതിലേക്ക് വരും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെയൊക്കെ സമയമുണ്ട്, നമ്മൾ വൈകുന്നേരമാണ് അൽഫാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ നമ്മൾ ഈ മസാല ഒന്ന് പുരട്ടി വെച്ച് വൈകുന്നേരം ആകുമ്പോൾ അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ മതി. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാനിതിപ്പോൾ ഏകദേശം 2.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്ലേവറൊക്കെ ചിക്കനിൽ ആ സമയം കൊണ്ട് പിടിക്കും. ഇത് മസാല പുരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേനും മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. ഇതിലേക്ക് ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞ് അതിലേക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ, ഇതിപ്പം നാരങ്ങ തീരെ ചെറുതാണ്, അപ്പോൾ അത് കാരണം ഒരു ഫുൾ നാരങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെയായാലും ഇപ്പോൾ വലിയ നാരങ്ങയാണേലും അതിൻ്റെ ജസ്റ്റ് നമ്മൾ നാരങ്ങ പിഴിഞ്ഞതിന് മുന്നേ ചില നാരങ്ങയ്ക്ക് ഒരു കയ്പ്പ് വരുമല്ലോ. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞതിന് മുന്നേ കുറച്ച് നീരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതിന് മുന്നേ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. പിന്നെ അവിടെ കുരു ഇതിനകത്ത് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് അതിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മസാലയ്ക്ക് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ ഉണ്ടമുളകാണ്, അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് അത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം 1 ടീസ്പൂണേ മുളക് പൊടി ഇടുന്നുള്ളൂ. 1 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി അധികം വേണ്ട, കാരണം നാരങ്ങാനീര് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഈ മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉള്ളു കയ്യിലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോ കുഴപ്പമില്ല. 1 ടീസ്പൂണ് കുരുമുളകും ഇട്ട് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യൂട്രൽ ഒരു ടേസ്റ്റ് അല്ലേ. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇത്തിരിയും കൂടി ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ട് ഈ അൽഫാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റിൽ കിട്ടത്തില്ല കേട്ടോ. ഇതും നമ്മൾ ഹോട്ടലിൽ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഹെൽത്തി ആയിട്ടൊരു അൽഫാം എന്ന് പറയാം. അപ്പോൾ ഇത് മസാല ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചിക്കനിലേക്ക് പുരട്ടി നല്ലോണം എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തിട്ട് നമ്മളിതിനിത് ഫ്രിഡ്ജിലോട്ടങ്ങ് കയറ്റി വെക്കും. ഞാനിത് 2 മെത്തേഡിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ 4 പീസ് ഉണ്ടല്ലോ. അപ്പോൾ 2 പീസ് ഞാൻ എയർ ഫ്രയറിലും 2 പീസ് നമ്മുടെ സാധാരണ ഫ്രൈയിങ് പാനിലും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടും ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ പക്ഷേ എല്ലാവർക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഫ്രൈയിങ് പാനിൽ വെച്ച് ചെയ്യുന്നതായിരുന്നു. കുറച്ചുകൂടി ഒരു ടേസ്റ്റ് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത്. അപ്പം ഏത് രീതി ചെയ്താലും നല്ലത് തന്നെയാണ്. ഇപ്പോൾ എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഫ്രൈയിങ് പാനിൽ കൂടെ ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ മസാലയെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുകയാണ്. ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞാൻ വന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 പീസ് ഞാനിപ്പോൾ എയർ ഫ്രയറിൽ ചെയ്യുന്നുണ്ട്. നമ്മളിനി വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കണ്ടേ. നമ്മളിതൊരു ഹെൽത്തി ആയിട്ടല്ലേ ചെയ്യുന്നത്. പിന്നെ അതുപോലെ മസാലയിൽ നമ്മൾ ഓൾറെഡി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ എണ്ണ ധാരാളമാണ് ഇത് ഒരു താവൻ. പിന്നെ ഇനി എണ്ണ വേണമെന്ന് താല്പര്യമുള്ളവർ ജസ്റ്റ് എയർ ഫ്രയറിൽ ചിക്കൻ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല.
ഇനിയിപ്പോൾ ഞാനൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈയിങ് പാനിൽ നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. വേണമെന്നുള്ളവർക്ക് ഒരു സ്വല്പം എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫ്രൈയിങ് പാനിൽ വെക്കുമ്പോൾ ഭയങ്കര വലിയ തീയിൽ വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേണം ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ചിക്കൻ നമുക്ക് നല്ലോണം വെന്തൂടെ കിട്ടണമല്ലോ. അപ്പോൾ അത് തിരിച്ചും മറിച്ചും ഇട്ട് ചിക്കൻ അടച്ച് വെച്ച് വെന്ത് കഴിയുമ്പം വീണ്ടും അത് 2-3 പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് മറിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ഫ്രൈ ചെയ്തെടുക്കണം. എയർ ഫ്രയറിൽ പിന്നെ ഞാൻ 180 ഡിഗ്രിയിൽ ആദ്യം ഇപ്പോൾ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം അതൊന്ന് മറിച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് തിരിച്ചിടുന്നുണ്ട്. 2 സൈഡും ഒന്ന് വെന്ത് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിത് എടുക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മയണൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ മയണൈസ് ഉണ്ടാക്കാൻ അറിയാവുന്നവർ അങ്ങനെ വെച്ച് ഉപയോഗിച്ചാലും നല്ലതാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. പിന്നെ ഇതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ കാണാം. ലവ് യു ഓൾ. ബൈ.